സിക്സ് സെം ഓൺലൈൻ ട്യൂഷൻ്റെ 19ാമത്തെ ദിവസത്തെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1 യൂണിറ്റ് 4ൻ്റെ ഫൈനൽ പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. ഇനി വളരെ കുറച്ച് ചെറിയൊരു പോർഷനാണ് ബാക്കിയുള്ളത്. അത് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിലൂടെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ 4 യൂണിറ്റുകൾ ഫസ്റ്റ് 4 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കുന്നത് നഴ്സിംഗ് മാനേജ്മെൻ്റ് ആയിരിക്കും. നഴ്സിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പിലെ കുറച്ച് ടോപ്പിക്സ് പഠിച്ച് അടുത്ത ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും അടുത്ത് നമ്മൾ മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ ആ ടൈമിനുള്ളിൽ വെച്ചിട്ട് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതായത് പല ഡിസീസ് കണ്ടീഷൻസ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, തെറാപ്പീസ് ഒക്കെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഇച്ചിരി ടഫായിട്ടുള്ള ആ പോർഷൻസിലോട്ട് പോകും മുമ്പേ ഈ ബേസിക് ആയിട്ടുള്ള ഈ 4 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇതിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 ടോപ്പിക്സ് ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് 4 കണ്ട് പഠിക്കുക. അത് കഴിയുമ്പോൾ നഴ്സിംഗ് മാനേജ്മെൻറ്റ് പഠിക്കുക. അത് മനസ്സൊന്ന് റിഫ്രഷ് ചെയ്ത് ചൈൽഡ് ഹെൽത്ത് നഴ്സിങ്ങിലോട്ട് പോയി തിരിച്ച് നമുക്ക് വീണ്ടും മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാലൻസ് നോക്കാം. ഇവിടെ ഈ ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടൈപ്സ്, ടെക്നിക്സ് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പും അതിൻ്റെ ഫേസസും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള പ്രധാനമായിട്ട് ചില ഡൈനാമിക്സ് നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ചില ഡൈനാമിക്സ്, അതിൻ്റെ ഫാക്ടേഴ്സ്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ്, അതിൽ ജൊഹാരി വിൻഡോയും നമ്മൾക്ക് അത് പ്രധാനമായിട്ട് പഠിക്കണം. പിന്നെ തെറാപ്യൂട്ടിക് ഇംപാസും അതിൻ്റെ മാനേജ്മെൻറ്റ്, അതായത് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസും പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ള ചെറിയ 2 ടോപ്പിക്സാണ്. ഒന്ന് നോക്കാം. ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ച് തന്നെ നമുക്കത് പഠിക്കാം. ഇവിടെ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഡൈനാമിക്സ് ഓഫ് തെറാപ്യൂട്ടിക് നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഒരു ഡൈനാമിക്സ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ചിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോഴാണ് നമ്മൾ അതിനുള്ളിൽ ജൊഹാരി വിൻഡോ പഠിക്കുന്നത്. അപ്പോൾ ഈ ജൊഹാരി വിൻഡോ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. സോ അവിടെ ജൊഹാരി വിൻഡോ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. തെറാപ്യൂട്ടിക് നഴ്സിംഗ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ജൊഹാരി വിൻഡോ കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പും പിന്നെ അതിൻ്റെ ഫാക്ടേഴ്സും, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓർ ഫോഴ്സസ് ദാറ്റ് ചേഞ്ച് നഴ്സിംഗ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതും അതിൽ ജൊഹാരി വിൻഡോയും ആയിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ലാതെ ഡയറക്റ്റ്ലി ജൊഹാരി വിൻഡോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് അവിടെ കിട്ടണമെന്നില്ല. സോ അതിന് മുന്നേ ഈ ഒരു കണ്ടന്റ് എല്ലാം ആഡ് ചെയ്ത് ജൊഹാരി വിൻഡോയിലോട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പിനെ ചേഞ്ച് ചെയ്യുന്ന ഫോഴ്സസ്? ഫസ്റ്റ് വൺ, ദ തെറാപ്യൂട്ടിക് യൂസ് ഓഫ് സെൽഫ്. നമുക്ക് ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷനോട്ട് പോകുന്നുണ്ട്. ആദ്യം ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ദ തെറാപ്യൂട്ടിക് യൂസ് ഓഫ് സെൽഫ്. സെക്കൻഡ് വൺ, ഗെയിനിങ് സെൽഫ് അവെയർനെസ്. അതിലാണ് നമ്മൾ ജൊഹാരി വിൻഡോ പറയുന്നത്. തേർഡ് വൺ, പവർ. ഫോർത്ത് വൺ, ട്രസ്റ്റ്. Fifth one, intimacy. Sixth one, respect. So what are the different forces that changes nurse-patient relationship? The therapeutic use of self. നമ്മൾ എങ്ങനെ തെറാപ്യൂട്ടിക് ആയിട്ട് നമ്മുടെ സെൽഫ് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മളെക്കുറിച്ച് തന്നെ സെൽഫ് അവെയർ ആകുന്നത് എങ്ങനെയാണ്, എത്രത്തോളം സെൽഫ് അവെയർ ആണ്, സത്യസന്ധതയോട് ജെന്യുവിനോടുകൂടിയുള്ള റിയാക്ഷൻസ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. Nurse should also state actions that they can and cannot take to meet patient needs. അതായത് കൃത്യമായിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ കെയർ അവിടെ മീറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് നിർബന്ധിച്ചാരും ചെയ്യാൻ പറയത്തില്ല. പകരം നമുക്കവിടെ എന്താണോ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തത് അതവിടെ തുറന്ന് പറയാം. ഹൈഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. ലിമിറ്റ് സെറ്റിംഗ് ഈസ് യൂസ്ഫുൾ. അതായത് നമുക്ക് ഓരോ കാര്യത്തിലും എപ്പോഴും കൃത്യമായിട്ടുള്ള ലിമിറ്റേഷൻ, ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ മെയിൻറ്റെയിൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ, ബൗണ്ടറീസ് ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു റൂൾസ് അവിടെ തെറ്റിക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർവൈസേഴ്സുമായിട്ടും ഹയർ അതോറിറ്റിയായിട്ടും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ തെറാപ്യൂട്ടിക് ഇംപാസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റിനകത്ത് വരുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? റെസിസ്റ്റൻസ്, ട്രാൻസ്ഫറൻസ്, കൗണ്ടർ ട്രാൻസ്ഫറൻസ്, ബൗണ്ടറി വയലേഷൻസ്. അപ്പോൾ ഇതോടുകൂടി ഒരു ചാപ്റ്റർ ഇവിടെ തീരുന്നുണ്ട്. ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഒരുപാട് തവണ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ കൗണ്ടർ ട്രാൻസ്ഫറൻസും വന്നിട്ടുണ്ട്, അതുപോലെ തെറാപ്യൂട്ടിക് ഇംപാസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻറ്റും വന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ സിലബസിൽ നിങ്ങൾക്ക് പ്രോസസ് റെക്കോർഡിംഗ് ഇല്ല, എന്നാൽ പോലും ഞാൻ അതിൻ്റെ ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ പകരം പഴയ സിലബസിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.